blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത അതിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ച വ്യക്തികൾക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ബാംഗ്ലൂരിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സഹോദരന് റെയിൽവേയിൽ ഒരു നല്ല ജോലി ലഭിച്ചതിന് നന്ദി സൂചകമായി ഇത് ചെയ്യുമ്പോൾ തന്നോട് ചേർന്ന് ഞങ്ങളും കർത്താവെ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. കർത്താവ്, ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജനുവരിയിലെ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിൽ തനിക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാകാനായി ഈ സമയത്ത് പ്രാർത്ഥിച്ച് തന്നെ അനുഗ്രഹിക്കുന്നു. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്ക് നല്ല ആരോഗ്യത്തെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അപ്പോൾ തന്നെ നവി മുംബൈയിൽ നിന്നുള്ള അന്നമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ മക്കൾ മിനിക്കും മീരയ്ക്കും മീനയ്ക്കുമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബങ്ങളുടെ മേൽ എല്ലാ അനുഗ്രഹങ്ങളെയും അങ്ങ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സകല അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. വളരെ നല്ല ശോഭനമായൊരു ഭാവി അവർക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഷൊർണൂർ ജൂലൈ 29 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മയിൽ വാഹനം ഓഡിറ്റോറിയം, ഷൊർണൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോതമംഗലം ജൂലൈ 30 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. കലാ ഓഡിറ്റോറിയം, മൂവാറ്റുപുഴ റോഡ്, കോതമംഗലം. Today, I'm going to talk about worshiping in the spirit and truth. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന എന്നതിനെക്കുറിച്ചാണ്. We are going to read John chapter 4 verse number 23 and 24. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 23-24 വചനങ്ങൾ വായിക്കാം. Jesus was talking to the Samaritan woman. യേശു കർത്താവ് ശമര്യക്കാരിയായ സ്ത്രീയോട് ഇവിടെ സംസാരിക്കുകയാണ്. And at this occasion, Jesus revealed a truth about worship. ഇവിടെ ആ ഒരു സന്ദർഭത്തിൽ യേശു കർത്താവ് ആരാധനയെക്കുറിച്ചുള്ള സത്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. Jesus told her, "Yet a time is coming and has now come when the true worshippers will worship the Father in spirit and truth, for they are the kind of worshippers the Father seeks." അവിടെ 23-ാമത്തെ വചനത്തിൽ സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു, തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. God is spirit and his worshippers must worship in the spirit and in truth. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. I believe these Sundays God is going to give us a deeper understanding and revelation about the true worship. ഒരു യഥാർത്ഥ ആരാധനയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പരന്നതായിട്ടുള്ള ചില വെളിപ്പാടുകൾ ഈ ആഴ്ചകളിൽ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. If our worship should be acceptable to God, we should worship according to his wish. ഓർക്കുക, ദൈവത്തിൻ്റെ ഹിതപ്രകാരം നാം ആരാധിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന് ആ ആരാധനയെ അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ. God has made it very plain that the only worship that's acceptable to him is only that which is in accordance with his will. ദൈവം ഈ ഭൂമണ്ഡലത്തിൽ അംഗീകരിക്കപ്പെടത്തക്ക വിധത്തിലുള്ള ഒരു ആരാധന എന്ന് നിയമിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് നാം ആരാധിക്കുന്നതിനെയാണ്. A simple definition for or explanation for the real acceptable worship before the Lord is
worshipping in spirit and truth. ദൈവത്തിന് യോഗ്യമായിട്ടുള്ള അംഗീകരിക്കത്തക്ക വിധത്തിലുള്ള ഒരു ആരാധന ഏതാണ് എന്നതിനൊരു നിർവചനമോ അല്ലെങ്കിൽ ഒരു വിശദീകരണമോ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചിട്ടുള്ള ആരാധന എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. How many of you listen to me? നിങ്ങൾ എത്ര പേരത് ശ്രദ്ധിച്ചു കേട്ടു? Say hallelujah. കൈകൾ വീശി. Before worshipping God, we should know Him. നാം ദൈവത്തെ ആരാധിക്കുന്നതിന് മുൻപ് നാം അവനെ അറിഞ്ഞിരിക്കണം. We should know what kind of a personality He is. അവൻ ഏത് തരത്തിലുള്ള വ്യക്തിത്വമാണ് എന്ന് അറിഞ്ഞിരിക്കണം. 3 major revelations about God are following. ഇതാ ദൈവത്തെക്കുറിച്ചുള്ള 3 പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ ഇതാണ് In the New Testament. പുതിയ നിയമത്തിൽ. Number 1, God is spirit. ഒന്നാമത്തെ വെളിപ്പെടുത്തലാണ് ദൈവം ആത്മാവാകുന്നു. എല്ലാവരും പറയാമോ? ദൈവം ശക്തമായി പറയണം. Meaning God is not a material thing. അതിന്റെ അർത്ഥം ദൈവം ഒരു ഭൗതിക വസ്തുവല്ല. Everybody say God is spirit. എല്ലാവരും കൈകൾ ഉയർത്തിയിട്ട് പറയാമോ? ദൈവം ആത്മാവാകുന്നു. Number 2, God is our Father. രണ്ടാമത്തെ വെളിപ്പെടുത്തലാണ് ദൈവം നമ്മുടെ പിതാവാണ്. Number 3, God is love. മൂന്നാമത്തെ വെളിപ്പെടുത്തൽ എഴുതുക, ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമാകുന്നു. So we are going to worship this God. നാം ഈ ഒരു ദൈവത്തെയാണ് ആരാധിക്കാൻ God പോകുന്നത്. who is a spirit. ദൈവം ആത്മാവായിരിക്കുന്ന ദൈവം. He is our Father. അവൻ നമ്മുടെ പിതാവാണ്. He is full of love. അപ്പോൾ തന്നെ പൂർണ്ണമായ സ്നേഹത്താൽ നിറഞ്ഞവൻ. So without this right understanding, no one can worship God the right way. ഈ ശരിയായ ദിശാബോധമില്ലാതെ ഒരു വ്യക്തിക്കും ഈ സത്യദൈവത്തെ ശരിയായിട്ട് ആരാധിക്കാൻ Now what സാധിക്കില്ല. is worship? അപ്പോൾ എന്താണ് ആരാധന? Worship is the superlative degree of love. സ്നേഹത്തിന്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു ഘട്ടമാണ് ആരാധന എന്നുള്ളത്. Worship implies an attitude of reverence to God. ദൈവത്തോടുള്ള ബഹുമാനത്തെ വെളിപ്പെടുത്തുന്നതാണ് ആരാധന And എന്നുള്ളത്. it's a full life response to God. ദൈവത്തോടുള്ള നമ്മുടെ ജീവിതത്തിന്റെ കടമയാണ്, ഉത്തരവാദിത്തമാണ് ആരാധന എന്നുള്ളത്. And it is said that worship, the English word worship is coming from worthship. WORTH, worthship, worship, shortened to worship. വർഷിപ്പ് എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് വാക്ക് കടന്നു വന്നിട്ടുള്ളത് വേർത്ത് ഷിപ്പ് എന്നുള്ള 2 വാക്കുകളിൽ നിന്ന് അതിൻ്റെ ചുരുക്കരൂപമായിട്ടാണ് വർഷിപ്പ് വന്നിട്ടുള്ളത്. Now when we worship God, we declare that God is worthy. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം പ്രഖ്യാപിക്കുന്നത് ദൈവം വേർതിയാണ് അഥവാ ദൈവം യോഗ്യനാണെന്നാണ്. Hallelujah. ഹല്ലേലൂയ. Psalm 143 verse number 3. സങ്കീർത്തനങ്ങൾ 145 അതിന്റെ 3-ാമത്തെ വചനം. Just write down, later you can read. അത് എഴുതി വെച്ചാൽ മതി, പിന്നീട് നിങ്ങൾക്കത് വായിക്കാൻ സാധിക്കും. So in brief, worship is a life response to the worthiness of God. ദൈവത്തിന്റെ യോഗ്യതയോടുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തമാണ് ആരാധന എന്നുള്ളത്. Now I'm going to explain what is meant by worshiping in the spirit. ഇനി ആത്മാവിലുള്ള ആരാധന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. After that I will explain what is meant by worshiping in truth. അതിനുശേഷം സത്യത്തിലുള്ള ആരാധന എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാം. After that I will explain what is worshiping in the spirit and truth together. അതിനുശേഷം ആത്മാവിലും സത്യത്തിലും ഒരുമിച്ചുള്ള ആ ആരാധന എന്താണ് എന്ന് ഞാൻ വിശദീകരിച്ച് പഠിപ്പിക്കാം. Okay, first we are going to take worshiping in the spirit. ആദ്യം നാം പോകാൻ പോകുന്ന ആത്മാവിലുള്ള ആരാധന എന്നതിലേക്കാണ്. എത്ര പേർക്ക് അറിയണം ആത്മാവിൽ എങ്ങനെ ആരാധിക്കുന്നതെന്ന്? ആമേൻ. Hallelujah. So today onwards we are going to really worship God in the right understanding. അതുകൊണ്ട് ഇന്നു മുതൽ ശരിയായ ധാരണയിൽ നാം ദൈവത്തെ ആരാധിക്കാൻ പോകുകയാണ്. Worshipping in the spirit means worship is not physical. ആത്മാവിലുള്ള ആരാധന എന്ന് വെച്ചാൽ ആ ആരാധന ഭൗതികമല്ല എന്നാണ് അർത്ഥം. It's not material. അത് ഒരിക്കലും ഭൗതികമല്ല. It's beyond the physical. ഇത് ഭൗമികമായതിന് അപ്പുറമാണ് ഈ കാര്യം. It is in the spirit realm. അത് ആത്മിക ലോകത്ത് സംഭവിക്കുന്നതാണ്.
Brothers and sisters, listen to me. Worshipping in the Spirit means worshipping in the spiritual dimension and not in the physical dimension. സഹോദരന്മാരെ, സഹോദരിമാരെ, ആത്മാവിലുള്ള ആരാധന എന്ന് വെച്ചാൽ അത് ആത്മീക തലങ്ങളിൽ നടക്കുന്ന ആരാധനയാണ്, ഒരിക്കലും ഭൗമിക തലത്തിലുള്ളതല്ല. That means if you're worshipping in the physical realm, that's not acceptable by God, who is a spirit. അതിന്റെ അർത്ഥം ഇതാണ്, ദൈവം ആത്മാവായിരിക്കുന്നത് കൊണ്ട് ഭൗമിക തലത്തിലുള്ള ആരാധനകളെ ഈ ദൈവത്തിന് സ്വീകരിക്കാൻ സാധ്യമല്ല. But there is a question, what spirit? God's spirit or human spirit? എന്നാൽ നമുക്കൊരു ചോദ്യമുണ്ട്, ഏത് ആത്മാവാണ് ഈ ആത്മാവ്? ദൈവികാത്മാവാണോ അതോ മനുഷ്യാത്മാവാണോ? If you want to know that, you have to read that verse properly. ഈ വചനം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. We just read in John chapter 4 verse number 23 and 25 that we have to worship the Lord in the spirit. That spirit given there is with capital S. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വചനത്തിൽ അവിടെ ആത്മാവ് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ഇംഗ്ലീഷ് ഭാഷയിൽ അതിൽ ക്യാപിറ്റൽ എസ് ആണ് കാണാൻ സാധിക്കുന്നത്. Whenever there is a capital S in the spirit, that is the Holy Spirit, God's Spirit. ബൈബിളിൽ എപ്പോഴൊക്കെ സ്പിരിറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ ക്യാപിറ്റൽ എസിൽ തുടങ്ങിയിട്ടുണ്ടോ അതെല്ലാം പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത്. So it's very clear. Primarily, the worship should be in the Holy Spirit. ഇത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ആരംഭത്തിൽ ആദ്യമേ ആരാധന പരിശുദ്ധാത്മാവിലായിരിക്കണം. Hallelujah. ഹല്ലേലൂയ. Why? എന്തുകൊണ്ട്? I'm going to explain. ഞാൻ വിശദീകരിക്കാൻ You പോകുകയാണ്. have to be very, very, very closely traveling with me. വളരെ എന്നോട് അടുത്ത് ചേർന്ന് നിങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. Okay, let's turn our Bibles 1 Corinthians chapter 2. ഇനിയിപ്പോൾ നമ്മുടെ ബൈബിളുകൾ നമുക്ക് തുറക്കാം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം Verse number 10 onwards up to verse number 16. അതിന്റെ 10 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങളിലേക്ക് An പോകാം. explanation is given there. അവിടെ ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. These are the things God has revealed to us by His Spirit with capital S. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ, ആ ഭാഗത്ത് ഇംഗ്ലീഷ് ഭാഷയിൽ ക്യാപിറ്റൽ എസ് ആണ് കാണാൻ സാധിക്കുന്നത്, വെളിപ്പെടുത്തിയിരിക്കുന്നു. These are the things God has revealed to us by His Spirit, Holy Spirit. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ ഇക്കാര്യങ്ങളെ വെളിപ്പെടുത്തിയിരിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ. എല്ലാവരും ചേർന്ന് പറയാമോ? നമുക്കോ ദൈവത്തിന്റെ ആത്മാവിനാൽ സകലവും വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. So the revelation should come from the Holy Spirit. അതുകൊണ്ട് വെളിപ്പാട് വരുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. Okay, let us read on. The Spirit searches all things, even the deep things of God. അടുത്ത ഭാഗം, ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. That means the Holy Spirit searches into the depths of God. അതിന്റെ അർത്ഥം ഇതാണ്, പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആഴങ്ങളെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. That means only the Holy Spirit understands God perfectly. അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിന് മാത്രമേ ദൈവത്തിന്റെ പൂർണ്ണതയെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. Next verse. For who knows a person's thoughts except their own spirit within them? 11-ാമത്തെ വചനത്തിൽ, മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും? In the same way, no one knows the thoughts of God except the Spirit of God. അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. Hallelujah. ഹല്ലേലൂയ. Meaning only the Holy Spirit can really understand God and explain to us about God, His nature. അതിന്റെ അർത്ഥം ഇതാണ്, പരിശുദ്ധാത്മാവിന് മാത്രമേ ദൈവം ആരാണെന്നും ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്നും വ്യക്തമായി മനസ്സിലാക്കുവാനും നമുക്ക് വെളിപ്പെടുത്തി തരാനും സാധിക്കുകയുള്ളൂ. Is that clear to you? ഇത് നിങ്ങൾക്ക് വ്യക്തമായോ? The human spirit can only understand a human spirit. ഓർക്കുക, മനുഷ്യനെ മനസ്സിലാക്കാൻ മനുഷ്യാത്മാവിന് മാത്രമേ In സാധിക്കുകയുള്ളൂ. the same way, God's spirit can understand God. അതുപോലെ തന്നെ ദൈവാത്മാവിന് ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കും. Verse number 12. What we have received is not the spirit of the world,
but the Spirit who is from God, so that we may understand what God has freely given us. 12-ാമത്തെ വചനം ചേർന്ന് വായിക്കാമോ? നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. Hallelujah. Hallelujah. One of the greatest blessings that we possess today is that we have the Spirit of God in us who has come all the way from heaven. ഓർക്കുക, നാം പ്രാപിച്ചിട്ടുള്ളതിൽ സ്വീകരിച്ചിട്ടുള്ളതിൽ വെച്ചുള്ള ഏറ്റവും വലിയ സമ്മാനം എന്നുള്ളത് സ്വർഗത്തിൽ നിന്ന് ദൈവത്തെ വെളിപ്പെടുത്തി തന്ന ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. Before Jesus left this planet, യേശു കർത്താവ് ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുൻപ് to the disciples he said, you should not go away from Jerusalem because you have to wait until I will send the promise from the Father. യേശു കർത്താവ് ശിഷ്യന്മാരോടായിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് നിങ്ങൾക്കുള്ള വാഗ്ദാനത്തെ അയക്കുന്നത് വരെയും നിങ്ങൾ യെരൂശലേം വിട്ട് വാങ്ങിപ്പോകരുത്. Until I was 16 years of age, until the Holy Spirit came into my life, I never knew God on a personal level. 16 വയസ്സ് പ്രായം വരെയും അഥവാ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് ഇറങ്ങി വന്ന ആ പ്രായം വരേക്കും അതിനു മുൻപ് ഒരിക്കലും ഞാൻ സത്യദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു. I studied in Sunday school. ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ചു. I had the first rank in catechism. കാറ്റഗിസത്തിന് എനിക്ക് 1ാം റാങ്ക് ലഭിച്ചു. I had awards. എനിക്ക് അവാർഡുകൾ കിട്ടി. But the problem was that I never had a personal, individual revelation or connection with God the Father. എന്നാൽ പ്രശ്നം ഇതായിരുന്നു, ദൈവത്തോട് വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധമോ വെളിപ്പാടോ എനിക്ക് അന്നുവരെ ഉണ്ടായിരുന്നില്ല. And on that beautiful day, And the Holy Spirit came into my spirit and I started to know God in a personal way. എന്നാൽ ആ മനോഹരമായ ദിവസം എന്ന് ഞാൻ പറയും, അന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ എൻ്റെ ദൈവത്തെ വ്യക്തിപരമായി രുചിച്ചറിഞ്ഞു മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. Hallelujah. Hallelujah. My understanding opened. എൻ്റെ അറിവുകൾ തുറന്നു. And I could know God. എനിക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ സാധിച്ചു. Hallelujah. Hallelujah. Why? Because the Spirit of God came into my spirit. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങി വന്നു. ബ്ലെസ്സിംഗ് ടുഡേ പ്രാർത്ഥനാ ദിനം. ഓഗസ്റ്റ് 15 തിങ്കളാഴ്ച രാവിലെ 10 മുതൽ 4 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കത്തുകളായോ ഇമെയിലായോ ഫോണിലൂടെയോ അറിയിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484 422 101 www.blessingtoday.tv. തൻ്റെ ഭർത്താവ് രാജുവിൻ്റെ സാക്ഷ്യമാണ് ഏറ്റവും ആദ്യം പറയുന്നത്. തനിക്ക് 9 വർഷത്തോളമായി സോറിയാസിസിൻ്റെ അസുഖമുണ്ടായിരുന്നു. 9 വർഷം അത് ഭയങ്കരമായ ബുദ്ധിമുട്ടായിരുന്നു. നമുക്കറിയാം, ശരീരം മുഴുവൻ ചൊറിഞ്ഞ് തടിക്കുകയും ഒത്തിരി ഹോസ്പിറ്റലിൽ കാണിച്ചു. മാസങ്ങളോളം താൻ ഹോസ്പിറ്റലിൽ കിടന്നു. താൻ നിത്യരോഗിയെ പോലെയായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണുകയും നമ്മുടെ ഈ കൊല്ലത്തൊരു ബ്ലെസ്സിംഗ് സെൻറ്റർ ഉണ്ട് എന്ന്, ഇവിടെ എറണാകുളത്ത് വരാനാണ് ആഗ്രഹിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ കൊല്ലത്തുണ്ട്, ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് കൊല്ലത്തെ ബ്ലെസ്സിംഗ് സെൻറ്ററിൽ ഇങ്ങോട്ട് അയച്ചു. ഇവിടെ സ്ഥിരമായി കൊല്ലത്തെ ബ്ലെസ്സിംഗ് സെൻറ്ററിൽ ഇവർ വരാൻ തുടങ്ങി. ഇവർക്ക് വേണ്ടി എത്ര നാൾ സ്ഥിരമായിട്ട് വന്നു? 1.5 വർഷമായിട്ട് സ്ഥിരമായിട്ട് വരുന്നുണ്ട്. അതിനൊരു കൈയടി കൊടുത്തേ. സ്ഥിരമായി ബ്ലെസ്സിംഗ് സെന്ററിൽ വന്നു. ഓക്കെ, വരുന്ന സമയത്തൊക്കെ തനിക്ക് അസുഖമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവർ സാക്ഷ്യം പറയുന്നത് ആ അസുഖം പതുക്കെ തൻ്റെ ശരീരത്തിൽ നിന്ന് അത് പൂർണ്ണമായി മാറി താൻ ഇന്ന് പൂർണ്ണ സൗഖ്യത്തോടെ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. ചില രോഗങ്ങൾ ഇൻസ്റ്റന്റേനിയസായി കണ്ണടച്ച് തുറക്കുന്നതിന് മാറും. ചിലത് അല്പം ഗ്രാജുവൽ ആയിരിക്കും. പക്ഷേ ഈ രോഗം പൂർണ്ണമായും കർത്താവ് മാറ്റിക്കൊടുത്തു. ഭർത്താവ് ഇന്ന് വന്നിട്ടില്ല, ഇന്ന് വരാൻ സാധിച്ചില്ല. ജോലിക്ക് പോയിരിക്കുകയാണ്. സംഭവം സത്യമാണോ? ഇപ്പം ജോലിക്ക് പോകുന്നു. ഭാര്യ
എന്ന നിലയിൽ ശരിക്കും ഭർത്താവിൻ്റെ ശരീരത്തിലുള്ള പ്രയാസം അറിയാമല്ലോ. ഇത് കർത്താവ് പൂർണ്ണമായും സൗഖ്യമാക്കി കൊടുത്തു. കുഷ്ഠരോഗമെന്ന് പറഞ്ഞ ആൾക്കാർ തൊലിയെല്ലാം അഴുകി ഭയങ്കര സ്മെല്ല്, ആരും അടുക്കത്തില്ലായിരുന്നു. സ്മെല്ലുണ്ടായിരുന്നു. തൊലിയെല്ലാം അഴുകി അങ്ങ് ഇറങ്ങും. സഹോദരങ്ങൾ പോലും അടുക്കത്തില്ലായിരുന്നു. ഭാര്യയോ? ഞാൻ മാത്രം നോക്കി. എടപ്പള്ളിയിലെ ബ്ലെസ്സിംഗ് സെൻറ്ററിൽ ഒരു സഹോദരൻ ഇതുപോലെ സൊറായസിന് സൗഖ്യം കിട്ടിയ ആൾ പറഞ്ഞു, ഭാര്യ ഇട്ടിട്ട് പോകളഞ്ഞു. ഈ സ്മെല്ലും വ്രണങ്ങളും കണ്ടിട്ട് സ്വന്തം ഭാര്യ ഇട്ടിട്ട് പോയി. എന്നാൽ ഈ ഭാര്യ ഇട്ടിട്ട് പോയില്ല. അതിനൊരു കൈയടി കൊടുക്കാമോ? വേറെ ആരും അടുത്ത് വരാതിരുന്നപ്പോൾ അങ്ങനെ പിടിച്ചു നിന്നതുകൊണ്ട് കർത്താവ് പൂർണ്ണ ഇപ്പൊ എങ്ങനെയുണ്ട് ആ ശരീരത്തിലുള്ള വ്യത്യാസം? എങ്ങനെയാണ്? ഒരു പാട് പോലും ഇല്ല. ജോലിക്ക് പോകുന്നു. എന്ത് ജോലിക്കാ പോകുന്നത്? മേസ്തിരി പണിക്ക് പോകുന്നു. സിമന്റും ഒക്കെ ആകുന്നത് ഒരു കുഴപ്പമില്ല, ഒരു ചൊറിച്ചിലും ഇല്ല. ഷൈജു ബ്രദറെ, ഇനി എന്തെങ്കിലും പറയാനോ? രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് മകന്റെ സാക്ഷ്യമാണ്. ഈ മോന്റെ സാക്ഷ്യം. മോന്റെ സാക്ഷ്യം. മോന്റെ പേരെന്താ? കിരണിന്റെ സാക്ഷ്യം പറയും. കിരൺ സാധാരണ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു പഠിക്കുന്ന കാര്യത്തിൽ. എന്നാലും നമ്മുടെ എന്നോട് പറഞ്ഞത് ഇവർക്ക് പൈസയൊന്നുമില്ല, ഭർത്താവിനെ ആശുപത്രി കൊണ്ടുപോകണം. പുള്ളിക്കാരി കശുവണ്ടി തൊഴിലാളിയാണ്. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് വരുമ്പോൾ ട്യൂഷനൊന്നും വിടാതെയാണ് മോനെ പഠിപ്പിച്ചത്. നമ്മുടെ ബ്ലെസ്സിംഗ് സെൻറ്ററിൽ വന്ന് പ്രാർത്ഥിച്ചു. നമ്മുടെ പ്രേയറുകൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളെല്ലാം പങ്കെടുത്തു. അതിനുശേഷം മകന് കഴിഞ്ഞ പ്രാവശ്യം 10th എക്സാമിന് ഫുൾ A+ കൂടെ താൻ പാസ്സായി. ഫുൾ A+ വാങ്ങിച്ചു, ട്യൂഷൻ പോലും ഇല്ലാതെ. That is great. മൂന്നാമത് ഇവർക്ക് ദൈവം ഒരു അത്ഭുതം ചെയ്ത് മോൾക്ക് വിവാഹപ്രായം എത്തി. പക്ഷെ അതിനെ കെട്ടിച്ചു വിടാനുള്ള നിവൃത്തി അധികം സാമ്പത്തികമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ദൈവം ചെയ്തത് അത്ഭുതകരമായി ഗൾഫിൽ ജോലിയുള്ളൊരു ആൺകുട്ടിയെ അവർക്ക് ലഭിച്ചു. ദൈവം അങ്ങനെയും അത്ഭുതം ചെയ്ത് സാമ്പത്തികമൊക്കെ. കല്യാണം കഴിഞ്ഞോ അതോ ഉറപ്പിച്ചു? കല്യാണം കഴിഞ്ഞു. കഴിഞ്ഞ മാർച്ച് 2 കുട്ടികളാണോ ഉള്ളത്? മോളാണ് മൂത്തത്. മോളുടെ വിവാഹവും നടത്തി കൊടുത്തു. മൈ ഗോഡ്, നോക്കി യേശു പ്രവർത്തിക്കുന്ന ഒരു രീതി കണ്ടു. വീട്ടിൽ ഒരംഗം വീട്ടുകാരനെ പോലെ നിന്ന് വീട്ടിലെ ആവശ്യങ്ങളെല്ലാം നടത്തുന്നവനാണ് നമ്മുടെ യേശു. ഹല്ലേലൂയ. 2 കൈകളും ഉയർത്തി ഈ കുടുംബത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ വീട്ടിൽ 9 വർഷമായി ഭർത്താവിനുണ്ടായിരുന്ന സൊറായസിസ് കർത്താവെ നീ സൗഖ്യമാക്കി. ഈ മോന് നല്ല വിജയം കൊടുത്തു. മോൾക്ക് നല്ലൊരു വിവാഹം കർത്താവ് ഒരുക്കി കൊടുത്തു. കർത്താവെ, ഈ കുടുംബത്തിൽ യേശു വന്നതിന് ശേഷമുണ്ടായ ഈ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയും. ഇപ്പോൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരുടെ വീട്ടിൽ ഈ കേട്ടതിനേക്കാൾ വലിയ വിടുതലുകളും അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും സംഭവിക്കട്ടെ. ഇന്നു മുതൽ അത് തുടങ്ങിയിരിക്കയാൽ നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നാസിക് ഓഗസ്റ്റ് 10 ബുധൻ. സമയം വൈകിട്ട് 6:30 മുതൽ 9:30 വരെ. സാർവജനിക് വചനാലയ, നെഹ്റു ഗാർഡന് സമീപം, ഷാലിമാർ ചൗക്ക്, നാസിക്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സൂററ്റ് ഓഗസ്റ്റ് 11 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. രംഗ് ഭവൻ, ജീവൻ ഭാരതി സ്കൂൾ ഓഡിറ്റോറിയം, നൻപുര, തിമലിയാവത്, ഗാന്ധി സ്മൃതി ഭവൻ റോഡ്, മഹാവീർ ട്രോമ ഹോസ്പിറ്റലിന് എതിർവശം, സൂററ്റ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബറോഡ ഓഗസ്റ്റ് 12 വെള്ളി. സമയം വൈകിട്ട് 7 മുതൽ 10 വരെ. ബറോഡ കേരള സമാജം ഹാൾ, GIDC മെയിൻ റോഡ്, ബണ്ടി ട്യൂബിംഗ് ഇന്ത്യക്ക് എതിർവശം, സൂസൻ സർക്കിളിന് സമീപം, മക്രപുര റോഡ്, ബറോഡ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഷൊർണൂർ ജൂലൈ 29 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മയിൽ വാഹനം ഓഡിറ്റോറിയം, ഷൊർണൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോതമംഗലം ജൂലൈ 30 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. കലാ ഓഡിറ്റോറിയം, മൂവാറ്റുപുഴ റോഡ്, കോതമംഗലം. ഒരുമിച്ച് ചേർന്ന് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ സമയത്ത് തന്നെ അങ്ങയുടെ കൈകൾ നീട്ടി ഓരോരുത്തരെയും അങ്ങ് സ്പർശിക്കണമേ.
താങ്ക് യു ജീസസ്. മസിലുകൾ ബലഹീനമാകുന്ന, അതിൻ്റെ ശക്തി നഷ്ടപ്പെടുന്ന ഒരു രോഗം, അതിനാൽ പ്രയാസപ്പെടുന്ന വ്യക്തികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരളിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ, ലിവർ പ്രോബ്ലംസ്, ലിവർ സിറോസിസ്, അതിനോടനുബന്ധിച്ചുള്ള രോഗങ്ങളോ മറ്റു രോഗങ്ങളോ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ശ്വാസകോശത്തിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നൊരു വ്യക്തി, ശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ട്, യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ. ക്യാൻസർ രോഗം സൗഖ്യമാകട്ടെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ. ചില പൈശാചിക ശക്തിയിൽ കൊണ്ടുവരുന്ന രോഗങ്ങൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അതുപോലെ കഴുത്തിൻ്റെ എല്ലുകൾ, അതിന് തേയ്മാനമുള്ള വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. സ്പോണ്ടിലോസിസ് സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. സ്കിൻ ഡിസീസുകൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. അതുപോലെ മൾട്ടിപ്പിൾ മൈലോമ പൂർണ്ണമായി ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ആ വിടുതലുകൾ ഓരോ വ്യക്തികളിലേക്കും അങ്ങ് പകരുന്നതിനാൽ നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രയാസം സാമ്പത്തിക വിഷയമാകാം, മാനസിക പ്രയാസമാകാം, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നമാകാം, ജോലിയിലെ പ്രശ്നമാകാം, മക്കളുടെ കാര്യമാകാം, ഏതാണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കുക. കർത്താവെ, നീ അത്ഭുതകരമായ ഓരോ വ്യക്തിക്കും കുടുംബത്തിനും ആവശ്യമുള്ളത് അങ്ങ് നൽകണമേ. ഈ സമയത്ത് വളരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ചിലരെ കർത്താവ് കാണുന്നു. കർത്താവിൻ്റെ കണ്ണുനീരിനെ കണ്ട് അത്ഭുതകരമായ വിടുതൽ അങ്ങ് കൽപ്പിക്കണമേ. താങ്ക് യു ജീസസ്. എല്ലാവരെയും അങ്ങ് തൊട്ടതിനാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളത്തെ ബ്ലെസ്സിങ് ടുഡേ കാണാൻ മറക്കരുത്. ഇതുവരെ ബ്ലെസ്സിങ് ടുഡേയെ കുറിച്ച് കേട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുക. മാത്രമല്ല, നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള എൻ്റെ പ്രാർത്ഥനാ ഡയറി, ആശിഷുമാരി, വിന്നേഴ്സ് ഫാക്ടറി തുടങ്ങിയ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം, വെബ്സൈറ്റ് സന്ദർശിക്കാം, നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരാൻ മറക്കരുത്. വരാൻ കഴിയാത്തവർ തീർച്ചയായും അതത് സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കുക. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.